ഹലോ ഓൾ, ഞാൻ വിദ്യ. ഹരിതം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന കൺസൾട്ടൻറ്റ് ചൈൽഡ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാനിരിക്കുന്നത് വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന, പല കുട്ടികളുടെയും ആത്മവിശ്വാസം തകർക്കപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. പഠനവൈകല്യം. ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം. പഠനവൈകല്യം ഒരു രോഗമല്ല, ഒരു ശാപമല്ല, ഒരു ബുദ്ധിക്കുറവുമല്ല. ഇത് കുട്ടിയുടെ തലച്ചോറിൻ്റെ പ്രവർത്തന രീതിയിൽ വരുന്ന ഒരു പഠന വ്യത്യാസമാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇത് എങ്ങനെ കാണപ്പെടുന്നു? അവൻ അലസനാണ്, അവൻ ശ്രമിക്കുന്നില്ല, എത്ര പഠിച്ചിട്ടും ഒന്നും മനസ്സിലാവുന്നില്ല, ഫോൺ മാത്രം മതി അവന്. ഇത്തരം വാക്കുകൾ ഒരു പഠനവൈകല്യമുള്ള കുട്ടിക്ക് ദിവസവും കേൾക്കേണ്ടി വരുന്നു. ഒരു ചോദ്യമുണ്ട്: നിങ്ങളുടെ കുട്ടി എത്ര സമയം പഠിച്ചാലും വീണ്ടും വീണ്ടും മറക്കുന്നുണ്ടോ? വായിക്കുമ്പോൾ വാക്കുകൾ മാറിപ്പോകുന്നുണ്ടോ? എഴുതുമ്പോൾ അക്ഷരങ്ങൾ തലകീഴായി അല്ലെങ്കിൽ മറിച്ച് എഴുതുന്നുണ്ടോ? കണക്കു ചെയ്യുമ്പോൾ വളരെ ഭയപ്പെടുന്നുണ്ടോ? പിന്നെ പറയുന്നുണ്ടോ: അമ്മേ, എനിക്ക് പഠിക്കാൻ പറ്റില്ല, അച്ഛാ, ഞാൻ മണ്ടനാണോ? ഈ വാക്കുകൾ മാത്രമല്ല, ഇത് ഒരു കുട്ടിയുടെ ഉള്ളിലെ വേദനയാണ്. പഠനവൈകല്യം എന്താണ്? പഠനവൈകല്യം എന്നത് കുട്ടിക്ക് പഠിക്കാൻ കഴിയില്ല എന്നതല്ല, പകരം സാധാരണ രീതിയിൽ പഠിക്കാൻ കഴിയില്ല എന്നതാണ്. അവരുടെ തലച്ചോർ വിവരങ്ങൾ സ്വീകരിക്കുകയും പ്രോസസ്സ് ചെയ്യുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് കുട്ടി ബുദ്ധിമാനായിരിക്കുമ്പോഴും സ്കൂളിൽ പിന്നിലാകുന്നത്. പഠനവൈകല്യത്തിൻ്റെ ചില സാധാരണ തരങ്ങൾ. ആദ്യമായി, വായനയിൽ ബുദ്ധിമുട്ട്. അക്ഷരങ്ങൾ മാറിപ്പോകുന്നു, വായിച്ചതിൻ്റെ അർത്ഥം പിടികിട്ടില്ല, വായിക്കുമ്പോൾ വരി മാറിപ്പോകുന്നു. രണ്ടാമതായി, എഴുതുന്നതിൽ ബുദ്ധിമുട്ട്. എഴുത്ത് അസ്പഷ്ടം, വേഗം എഴുതി തീർക്കാൻ പറ്റില്ല, മനസ്സിലുള്ളത് പുസ്തകത്തിലേക്ക് വരുന്നില്ല. മൂന്നാമതായി, ഗണിതത്തിൽ ബുദ്ധിമുട്ട്. കണക്കുകൾ മാറിപ്പോകും, സമയം, പണം, അളവ് ഇവയിൽ ആശയക്കുഴപ്പം. കുട്ടിക്ക് ഇടതും വലതും മാറിപ്പോകുന്നു, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല, പഠിച്ചത് പെട്ടെന്ന് മറന്നു പോകുന്നു. ഇതെല്ലാം കുട്ടിയുടെ കുറ്റമല്ല. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? കൂടുതൽ ട്യൂഷൻ, കൂടുതൽ സമ്മർദ്ദം, കൂടുതൽ ശിക്ഷ, കൂടുതൽ താരതമ്യം ഇവ നോക്കുന്നു. അവന് 1ാം റാങ്ക്, അവൾക്ക് എത്ര മാർക്കുണ്ട്? ഇത് കേൾക്കുമ്പോൾ പഠനവൈകല്യമുള്ള കുട്ടി മനസ്സിൽ പറയുന്നത്, ഞാൻ പോരാ, എന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ല എന്നാണ്. അവിടെ പഠനം മാത്രമല്ല, ആത്മവിശ്വാസവും തകരുന്നു. പഠനവൈകല്യം ഇത് മടി കാരണമല്ല. ഇവിടെ വളരെ പ്രധാനപ്പെട്ടത്, കുട്ടി അലസനല്ല, കുട്ടി ശാഠ്യമുള്ളവനല്ല, കുട്ടി ശ്രമിക്കുന്നില്ല എന്നതല്ല. പലപ്പോഴും കുട്ടി ശ്രമിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്, നമുക്ക് അത് കാണാൻ പറ്റുന്നില്ല. പഠനവൈകല്യമുള്ള കുട്ടികളുടെ ഉള്ളിലെ ലോകം അവർക്ക് തോന്നും, എല്ലാവർക്കും പറ്റുന്നത് എനിക്ക് മാത്രം പറ്റുന്നില്ല. അമ്മ, അച്ഛൻ നിരാശരാണ്, എനിക്ക് സ്കൂളിൽ പോകാൻ ഭയമാണ്. ഇതിൻ്റെ ഫലമായി കുട്ടിക്ക് ദേഷ്യം വരാം, കരച്ചിൽ, ഒറ്റപ്പെടൽ, കളിയാക്കലുകൾ, പഠനം ഒഴിവാക്കൽ, സ്കൂളിൽ പോകാൻ മടി എന്നിവ വരുന്നു. ഇതൊന്നും മോശം പെരുമാറ്റമല്ല, ഇത് സഹായത്തിനുള്ള ഒരു വിളിയാണ്. പഠനവൈകല്യമുണ്ടായാലും കുട്ടിക്ക് കഴിവുകളുണ്ടാകും, ഇത് വളരെ സന്തോഷകരമായ ഒരു സത്യമാണ്. പഠനവൈകല്യമുള്ള പല കുട്ടികൾക്കും മികച്ച സൃഷ്ടിപരമായ കഴിവുകൾ, കല, സംഗീതം, വര, സ്പോർട്സ്, മെക്കാനിക്കൽ സ്കിൽസ്, ടെക്നോളജി ഇവയിൽ അസാധാരണമായ കഴിവുകൾ കാണാം. ഈ കഴിവുകളൊന്നും കാണാതെ നമ്മൾ ശ്രദ്ധിക്കുന്നത് മാർക്കിൽ മാത്രമായാൽ അവയെല്ലാം മറഞ്ഞു പോകും.
മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്ത്? കുട്ടിയെ കേൾക്കുക. അവൻ്റെ വാക്കുകൾ ചെറുതാക്കരുത്. കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കുക. നീ ശ്രമിക്കുന്നില്ല എന്ന വാക്ക് കുട്ടിയുടെ മനസ്സ് തകർക്കും. കുട്ടിയുടെ ശക്തികൾ കണ്ടെത്തുക. എല്ലാവരെയും ഒരുപോലെ പഠിക്കേണ്ടതില്ല. വിദഗ്ധ സഹായം തേടുക. നേരത്തെ കണ്ടുപിടിക്കുക. അത് കുട്ടിയുടെ ജീവിതം തന്നെ മാറ്റും. സ്നേഹം, ക്ഷമ, സമയം ഇതാണ് ഏറ്റവും വലിയ ചികിത്സ. ഒരു കാര്യം ഓർക്കണം, പഠനവൈകല്യം കുട്ടിയുടെ ഭാവി നശിപ്പിക്കുന്നില്ല. പക്ഷേ അവഗണനയും തെറ്റായ സമീപനവും കുട്ടിയെ തകർക്കും. അവസാനമായി, പഠനവൈകല്യം ഒരു തടസ്സമല്ല. അത് പഠനത്തിൻ്റെ മറ്റൊരു വഴിയാണ്. കുട്ടിയെ മാറ്റാൻ ശ്രമിക്കേണ്ട പകരം നമ്മൾ പഠിക്കണം അവരെ എങ്ങനെ പഠിപ്പിക്കാമെന്ന്. നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങളുടെ വിശ്വാസം കിട്ടിയാൽ അത് അവൻ്റെ ഏറ്റവും വലിയ ശക്തിയാകും. ഇത്തരം കുട്ടികൾക്ക് അവരുടേതായ പഠന രീതികൾ വ്യത്യസ്തമായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തർക്കായി അവരുടെ രീതിയിലുള്ള ചികിത്സയാണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ കുട്ടിക്ക് പഠനവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഭയപ്പെടാതെ ശരിയായ വിലയിരുത്തലുകൾക്ക് വിധേയമാക്കുക. കാരണം നേരത്തെ തന്നെ ഇത്തരം പഠന വൈകല്യമുള്ള കുട്ടികളെ കണ്ടുപിടിച്ച് അതിനുള്ള വിദഗ്ധ ചികിത്സ കൊടുത്താൽ അത് ഇത്തരക്കാർക്ക് വലിയ സഹായമായിരിക്കും. ഹരിതം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററിൽ പരിചയസമ്പന്നരായ സൈക്കോളജിസ്റ്റുമാർ ചേർന്ന് കുട്ടികൾക്ക് സുരക്ഷിതവും സന്തോഷകരവുമായ പിന്തുണ നൽകുന്നു. എല്ലാ കുട്ടികളും ഒരേ വേഗത്തിൽ ഓടേണ്ടവരല്ല. ചിലർ നടന്നെത്തും, ചിലർ വഴിയിൽ നിൽക്കും. പക്ഷേ എല്ലാവർക്കും എത്താനുള്ള ഒരു ലക്ഷ്യമുണ്ട്. ഓരോ കുട്ടിക്കും ആത്മവിശ്വാസമുള്ള ഭാവി ലഭിക്കട്ടെ. അതിന് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നന്ദി.